ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാറ്റെക് മലയാളി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ബേരിയം സ്വാലോ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ്, ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, എക്യുപ്മെൻറ്റ്സ്, പേഷ്യൻ്റ് പ്രിപ്പറേഷൻ, പ്രൊസീജിയർ ആൻഡ് ആഫ്റ്റർ കെയർ ആണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ ഓഫ് ദി അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. അപ്പോൾ ബേരിയം സ്വാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ GIT-ൻ്റെ സ്റ്റഡിയാണ്. It is performed to diagnose the structural and functional abnormalities of the pharynx, esophagus and proximal stomach. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പർ GIT-യിൽ വരുന്ന സാധനങ്ങളാണ് ഫാരിങ്സ്, ഈസോഫാഗസ്, പ്രോക്സിമൽ സ്റ്റൊമക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷൻ അബ്നോർമാലിറ്റീസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേരിയം സ്വാലോ എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ബേരിയം സൾഫേറ്റ് കോൺട്രാസ്റ്റ് മീഡിയ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ പെർഫോം ചെയ്യുന്നത്. ഈ രണ്ട് മെത്തേഡിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. സിംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡിയും ഉണ്ട്. അതിലെ ഈ സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ഫോർ ദ ഇവാലുവേഷൻ ഓഫ് ഈസോഫേജിയൽ മോട്ടിലിറ്റി ഡിസോർഡേഴ്സ് ആൻഡ് ലൂമിനൽ അബ്നോർമാലിറ്റീസ്. ഈസോഫേജസിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എടുക്കുന്നത്. ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇവാലുവേറ്റ് ദി മ്യൂക്കോസൽ ഡീറ്റെയിൽസ് ഓഫ് ദി ഈസോഫേജിയൽ വാൾ, അതായത് മ്യൂക്കോസൽ ഡീറ്റെയിൽസ്, അതിൻ്റെ ലെയേഴ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ കോൺട്രാസ്റ്റ്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി ഇൻഡിക്കേഷനിലേക്ക് പോവാം. ഡിസ്ഫേജിയ, അബ്ഡോമിനൽ പെയിന്, ഹൈറ്റസ് ഹെർണിയ, കാർസിനോമ, അസസ്മെൻറ്റ് ഓഫ് ഫിസ്റ്റുല ഓർ പെർഫറേഷൻ, മെക്കാനിക്കൽ പെയിൻ ഓൺ സ്വാലോയിങ്, ബ്ലഡ് ഇൻ വോമിറ്റിംഗ്, ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡിക്കേഷൻസ് ആയിട്ട് വരുന്നത്. കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സസ്പെക്റ്റഡ് പ്രഗ്നൻസി, കംപ്ലീറ്റ് ബവൽ ഒബ്സ്ട്രക്ഷൻ, റീസെൻറ്റ് ഗ്യാസ്ട്രിക് ഓർ ഈസോഫേജിയൽ സർജറി, ഇതൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻ. ഈ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിന് ഈ ഒരു സിംറ്റംസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്ലൂറോസ്കോപ്പി യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, തിൻ ഡെൻസിറ്റി ബേരിയം സൾഫേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, തിക്ക് ഡെൻസിറ്റി ബേരിയം സൾഫേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എഫർവസൻറ്റ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് പ്രൊഡ്യൂസിങ് ഏജൻ്റ് ആണ്. അത് നമ്മൾ ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്യുപ്മെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പേഷ്യൻ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മളൊരു 2 മുതൽ 4 മണിക്കൂറോളം ഫാസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനോട് പറയണം. പേഷ്യൻറ്റിനോടൊന്നും കുടിക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയണം. അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഗമ്മൊന്നും ച്യൂ ചെയ്യുകയോ ചെയ്യരുതെന്ന് പറയണം. കാരണം മ്യൂക്കോസ ലെയറിൽ നമ്മുടെ ബേരിയം സൾഫേറ്റ് കോട്ടാവത്തില്ല, അതുകൊണ്ടാണ് അതൊന്നും യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോകാം. On the day of the examination, the technologist should describe the whole procedure to the patient. നമ്മുടെ ആ ഒരു ഡേയിൽ പേഷ്യൻറ്റിൻ്റെ അടുത്ത് എല്ലാ പ്രൊസീജിയറും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ടെക്നോളജിസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ട് പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൺസെൻറ്റ് ഒപ്പിടിപ്പിച്ച് നമ്മൾ വാങ്ങണം. അതിനുശേഷം പേഷ്യൻ്റ് ഓക്കെയാണ് നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഹോസ്പിറ്റൽ ഗൗൺ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റെപ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി നോക്കാം. സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ ആദ്യം നമ്മൾ അപ്രൈറ്റ് പൊസിഷനിൽ നിർത്തണം. എന്നിട്ട് നമ്മുടെ then the head is turned behind the fluoroscopic screen. Then the patient is instructed to take 10 to 50 ml of barium sulfate and swallow it. അപ്പോൾ ഒരു വായ ഫുള്ളായിട്ട് 10 to 15 ml ഓഫ് ബേരിയം സൾഫേറ്റ് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അത് പേഷ്യൻറ്റിനോട് സ്വാലോ ചെയ്യാൻ പറയണം. സ്വാലോ ചെയ്യുമ്പോൾ സെവറൽ ടൈംസ് ആയിട്ട് സ്വാലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. ആ സമയത്ത് നമ്മൾ ഈ ബേരിയത്തിൻ്റെ പാസേജ് നമ്മൾ ഫ്ലൂറോസ്കോപ്പി മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വാലോ ചെയ്തിട്ട് ഈ സ്വാലോ ചെയ്യുന്ന സമയത്ത് റേഡിയോളജിസ്റ്റ് ഈ പാസേജ് നമ്മൾ ഫ്ലൂറോസ്കോപ്പിക് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് വേണ്ട RPO LPO പൊസിഷനിലൊക്കെ നിർത്തിയിട്ട് നമുക്ക് സ്പോട്ട് ഫിലിംസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ എല്ലാ നമ്മൾ എടുക്കുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ സ്പോട്ട് ഫിലിംസ് എടുക്കുന്നത് നമ്മൾ റെസ്പിറേഷൻ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫേസിലായിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എഗെയിൻ സെവറൽ മൗത്ത്ഫുൾ ഓഫ് ഫുൾ ലെങ്ത് ഫിലിംസ് ആർ ടേക്കൺ through the spot film devices. The films taken from the pharynx to the cardiac orifice of the stomach before esophageal empties.
നമ്മൾ ഫേഗസ് എം ടി ആവുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു സ്പോട്ട് ഫിലിംസ് ഒക്കെ നമ്മൾ എടുത്ത് ക്യാപ്ചർ ചെയ്ത് വെക്കണം. അതാണ് സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ നമ്മൾ അപ്രൈറ്റ് പൊസിഷനിൽ നിർത്തുന്നു. എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കയ്യിലേക്ക് നമ്മളൊരു ഹൈപ്പോട്ടോണിക് ഏജൻറ്റ്, അതായത് ബസ്കോപ്പൻ അല്ലെങ്കിൽ ഗ്ലൂക്കഗൺ നമ്മൾ കൊടുക്കുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിസ്റ്റാലിസിസ് മൂവ്മെൻറ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് ഏജൻറ്റ് കൊടുക്കുന്നത്. അതിന് ശേഷം ഈ ഇഞ്ചക്ഷന് ശേഷം 1 മൗത്ത്ഫുൾ ഓഫ് ഹൈ ഡെൻസിറ്റി ബേരിയം സൾഫേറ്റ് ആണ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. എന്നിട്ട് അത് സ്വാലോ ചെയ്യാൻ വേണ്ടി പറയണം. അതിനുശേഷം ഈ ബേരിയത്തിൻ്റെ പാസേജ് നമ്മൾ ഫ്ലൂറോസ്കോപ്പി മെഷീനിൽ കാണുന്നു. അങ്ങനെ കണ്ടിട്ട് നമ്മൾ പിന്നെ കൊടുക്കുന്നത് എഫർവെസൻ പൗഡറാണ്. അത് മൗത്ത്ഫുള്ളായിട്ട് കൊടുക്കണം, അലോങ് വിത്ത് ബേരിയം സൾഫേറ്റ് ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിനോട് എഫർവെസൻ പൗഡർ കൊടുത്തതിന് ശേഷം പേഷ്യൻറ്റിനോട് ബേർപ്പ് ചെയ്യരുത് എന്ന് പറയണം. അതിന് ശേഷം നമ്മൾ ഈ ഒരു ബേരിയത്തിൻ്റെ പാസേജ് ഫ്ലൂറോസ്കോപ്പിയിൽ നോക്കിയിട്ട് നമുക്ക് വേണ്ട സ്പോട്ട് ഫിലിംസ് നമ്മൾ എടുക്കുന്നു. അതാണ് നമ്മുടെ ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി. ഇനി ഇതിൽ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് പേഷ്യൻറ്റിനോട് നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറയണം. അതുപോലെ തന്നെ ഫീസസ് എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും 2 ഡേയ്സിന്, വൈറ്റിഷ് കളറായിരിക്കും 2 ഡേയ്സിൽ. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ റൂമിൽ നിന്ന് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ബേരിയം സ്വാലോയിൽ വരുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കുകൾ പറ്റി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.